പട്ടാമ്പി വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗാലറി തകർന്നു വീണ സംഭവത്തിൽ കേസെടുത്ത് പട്ടാമ്പി പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ അപകടത്തിൽ 60ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. സംഘാടകർക്കെതിരെയാണ് കേസ്. വല്ലപ്പുഴയിൽ ഫുട്ബോൾ ഗാലറി തകർന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വല്ലപ്പുഴ കനിവ സാംസ്കാരിക വേദി നടത്തി വന്നിരുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗാലറി കഴിഞ്ഞ ദിവസം രാത്രിയാണ് തകർന്നു വീണത്. ഫൈനൽ മത്സരം നടക്കുന്നതിനിടെയായിരുന്നു ഒരു വശത്തെ ഗാലറി തകർന്നു വീണത്. അപകടത്തിൽ 60ലേറെ പേർക്കാണ് പരിക്ക് പറ്റിയത്. പരിക്ക് പറ്റിയവരെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രി ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും നില അതീവ ഗുരുതരമല്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. കളി കാണാൻ കണക്കിൽ കൂടുതൽ ആളുകൾ എത്തിയതോ എന്ന കാര്യം പോലീസ് പരിശോധിക്കും. മതിയായ സുരക്ഷ ഒരുക്കാതെ അപകടകരമായ രീതിയിൽ മത്സരം സംഘടിപ്പിച്ചതിനാണ് സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുള്ളതെന്ന് പട്ടാമ്പി പോലീസ് അറിയിച്ചു. വല്ലപ്പുഴ ഓർഫനേജ് സ്കൂൾ ഗ്രൗണ്ടിലാണ് പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ മത്സരം കഴിഞ്ഞ ഒരു മാസമായി നടത്തി വന്നിരുന്നത്. സ്റ്റേഡിയം വലിയ തുകയ്ക്ക് ഇൻഷുർ ചെയ്തിട്ടുണ്ട്. PWD ഓവർസിയർ നേരിട്ടെത്തി ഗുണനിലവാരം പരിശോധിച്ച ശേഷമാണ് അനുമതി പത്രം നൽകിയെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 3500ഓളം പേർക്കിരിക്കാവുന്ന സ്റ്റേഡിയമാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ 5000-ന് മുകളിൽ ആളുകൾ എത്തിയോ എന്നതാണ് ഇപ്പോഴുള്ള സംശയം. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ തുടങ്ങിയ വിവിധ ജില്ലകളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകളാണ് മത്സരം കാണുവാൻ ഇവിടേക്ക് എത്തിയത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം സംഭവിക്കാതിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പട്ടാമ്പി പോലീസ് അറിയിച്ചത്.